മിണ്ടിയിട്ടില്ല. ഇനിയോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പറയാൻ പോകുന്നത് ആണ്ട് നേർച്ചയും മുട്ടും വിളിയും ഒക്കെ ഇവിടെ നമ്മൾ പലവരും വിശദീകരിച്ചതാണ്. പേരോട് അതിനെ സംബന്ധിച്ച് മിണ്ടാൻ തയ്യാറാകുന്നില്ല. പണ്ട് മൂപ്പരോട് നമ്മൾ ചോദിച്ചു, മക്കയിൽ ആണ്ട് നേർച്ചയുണ്ടോ? മൂപ്പര് സധൈര്യം മറുപടി പറഞ്ഞു, പിന്നെ ഹജ്ജ് അവിടുത്തെ ആണ്ട് നേർച്ചയല്ലേ, കൊടികുത്ത് നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പിന്നെ മിനായിൽ ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ കുട്ടികൾക്കും മനപ്പാടമാണ് ആ പൊട്ടൻ ചോദ്യം. അങ്ങനെയൊക്കെ പൊട്ടത്തരം ചോദിച്ചു. നമ്മൾ ഓരോന്നും പറഞ്ഞു. നിങ്ങളുടെ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ടും വിളിയോടുകൂടെയുള്ള നേർച്ചയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോ ഇവര് പറഞ്ഞു, നിങ്ങൾ കൊണ്ടോട്ടിയിലെ ആ തോന്നിവാസം കാണിക്കണ്ട, ഭീമാപള്ളിയിലെ തോന്നിവാസം കാണിക്കണ്ട, ഞങ്ങൾ മുട്ടും വിളിക്കും പണ്ടേ എതിരാണ്, ഞങ്ങൾ ഇതൊക്കെ പണ്ടേ എതിർത്തിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നല്ല വെള്ള ചമയാൻ നോക്കി, തോളൊഴിയാൻ നോക്കുകയുണ്ടായി. ആ സമയത്തതാ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിവരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കെട്ട് പൊട്ടിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ വലിയ ഹോജയായ ശാലിയാത്തി, ആ ശാലിയാത്തിയുടെ ഫത്വ എടുത്ത് വായിച്ചിട്ട്, അതും നിങ്ങളുടെ സുന്നി വോയിസിൽ നിന്നെടുത്ത് വായിച്ചിട്ട്, ചെണ്ടമുട്ട് അനുവദനീയമാണ്, കുഴൽ വിളി അനുവദനീയമാണ്, ശാലിയാത്തിയുടെ ഫത്വ വായിച്ചിട്ട് നിങ്ങൾ എന്തേ മിണ്ടാതെ പോകുന്നത്? മറുപടി പറയണം. നിങ്ങൾ കരയുദ്ധമാണെന്ന് പറഞ്ഞാ മതിയോ? പണ്ടേ ഇവിടുന്നൊരു ശരിയായ ആയുധം കൊണ്ടൊരു അങ്ങോട്ടൊന്ന് തന്നിട്ടില്ലേ? എന്തേ അതിനെപ്പറ്റി പറയാത്തത്? ശാലിയാത്തി എന്തിന്റെ പക്ഷക്കാരനാണ്? മുട്ടും വിളി ജായിസാണെന്ന് പറയുന്നയാളല്ലേ? ചെണ്ടമുട്ട് അനുവദനീയമെന്ന് പറയുന്നയാളല്ലേ? കുഴൽ വിളി കൊണ്ട് സിയാറത്തിന് പോകാമെന്ന് പറയുന്ന ആളല്ലേ? നിങ്ങളുടെ സുന്നി വോയിസിൽ വന്നതല്ലേ ആ ഫത്വ? വായിക്കണം സുന്നി വോയിസ് നിങ്ങൾ. എന്നിട്ട് രണ്ടാലൊന്ന് പറയണം നിങ്ങൾ. ഒന്നുകിൽ ശാലിയാത്തി പറഞ്ഞത് ശരിയാണ്, അതല്ലെങ്കിൽ അത് കള്ളമാണ്. രണ്ടാലൊന്ന് നിങ്ങൾ വിശദീകരിക്കണം. നിങ്ങൾ വിശദീകരിക്കണം. പരമ്പര ഇങ്ങനെ എണ്ണിയാ പോരാ. ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് കേട്ടോ. ശാലിയാത്തിയുടെ ഫത്വ ഞാൻ ചോദ്യങ്ങളിലും ചോദിച്ചില്ലേ? മമ്പുറത്തെ കളിയാട്ടം മുട്ടും അതുപോലെ തന്നെ ചെണ്ടയും കുഴൽവിളിയുമായിട്ട് വരുമ്പോ അതാ ജുമാ ഖുത്ബ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിൽ പോലും അന്ന് കാണിച്ചു. ഇപ്പോഴും മമ്പുറത്ത് മുട്ട് നടക്കുന്നു. മമ്പുറത്ത് തങ്ങളുടെ ഖബറുള്ള മുറ്റത്ത് വെച്ച് ചാടിക്കളിക്കുന്നു, ചെണ്ട മുട്ടുന്നു. അവിടെ അതാ ആ കളിയാട്ടം നടക്കുന്നു. അവിടെ നിന്നാണ് കളിയാട്ടം പുറപ്പെടുന്നത്. ദർഗയുടെ മുറ്റത്ത് നിന്നാ കളിയാട്ടം പുറപ്പെടുന്നത്. അവിടുന്ന് പുറപ്പെട്ടിട്ട് എവിടെയാ അവസാനിക്കുന്നത്? അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. മുട്ടിച്ചിറയിലുള്ള ഒരു പള്ളിയിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇന്നും അവരുടെ ഖബറിന്റെ മുറ്റത്ത് വെച്ചിട്ട് അതാ ആട്ടവും കളിയാട്ടവും കൊടിമരം തവാഫ് ചെയ്യലും അതിങ്ങനെ കണ്ടിട്ട് ആശീർവദിക്കുന്നില്ലേ? മുസ്ലിയാന്മാര് കണ്ടു നിന്ന് രസിക്കുകയല്ലേ? ആ ഭാഗം നിങ്ങളൊന്ന് കാണണം. അതോടനുബന്ധമായി വല്ലതും പറയാനുണ്ടെങ്കിൽ നമുക്കപ്പോൾ പറയാം. മമ്പുറം മക്കാമ കാണിക്കുന്നത് അവിടുന്ന് തുടങ്ങിയാണ് പരിപാടി. ഉണ്ടോ? സുന്നത്ത് ജമാഅത്തിന്റെ പെണ്ണുങ്ങള് പള്ളിയിലാവുമ്പോഴേ പ്രശ്നമുള്ളൂ, അവിടെ ആവുമ്പോ പ്രശ്നമൊന്നുമില്ല. മമ്പർത്തങ്ങളെ മുറ്റത്താട്ടോ, മമ്പർത്തങ്ങളെ ജാറത്തിന്റെ മുറ്റത്താ നടക്കണത്. തുടരട്ടെ. കണ്ടോ? ആശീർവദിക്കാൻ കയറുമ്പോ തൂങ്ങി നിൽക്കുന്നുണ്ടോ?
അതാ ശൈത്താനിയത്ത് അതാ തുള്ളലടങ്ങി. മമ്പർത്ത തങ്ങൾ ഇതൊക്കെ അങ്ങനെ കിടന്ന് കാണാട്ടോ, മുറ്റത്താ കിടന്ന് കാണാണ്. നിങ്ങളെ വിശ്വാസപ്രകാരം പറയുന്നത് കണ്ടോ? മഖാമ് തുറക്കുന്ന നേരം, നട തുറക്കുന്നതും അടക്കുന്നതുമായ സമയമൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ആ ചെണ്ടട നടു കുടുങ്ങിക്കണോ നോക്കിയാളി. നടു കുടുങ്ങല് വലിയ വിഷയമാണ് അലവി പറയല്. ചണ്ടമുട്ടായി ഹറാമാണെന്ന് അല്ല ജായിസാണെന്ന അവസ്ഥയിൽ ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ തുടിയായ, അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല. അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ? അപ്പൊ ആ ഉത്സവത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. ഇടുക്കുമ്പോ വലിയ വിഷയം തന്നെയാണ്. ഇടുങ്ങല് വലിയ വിഷയം തന്നെയാണ്. പറയണോ? അത് നിങ്ങൾക്ക് തീരായിട്ടാണ്. നോക്കണം, ഹലാലായ ചെണ്ടയാ. അതൊക്കെ ചിലത് അകത്തി എന്നപ്പോഴുള്ള ആശ്ലേഷങ്ങളാ. അതാ കൊടിമരം തവാഫ്, മമ്പർത്തെ കൊടിയാ കാണുന്നത്. കൊടിമരം തവാഫ് തുടങ്ങാൻ പോവുകയാണ്. പുറപ്പെട്ടു, മമ്പറത്തുനിന്ന് പുറപ്പെട്ടു. ഇനി പോകുന്ന എടുക്കാന്നറിയോ? മുട്ടിയാറ പള്ളിയിലേക്ക്. അവിടെ സമാപനം. അവിടെ മൂല്യന്മാർക്ക് ഹിജാബിന്റെ ആയത്തൊന്നും ബാധകല്ലോ. കുട്ടിനെയും തോളിലിട്ട് മൂല്യാരി നിൽക്കുന്നുണ്ടില്ലേ? അതൊന്നും വിഷയമല്ല. മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നം യേശു, അതുപോലെ തന്നെ മറ്റൊരു ചിത്രം മുകളിൽ വേറൊരു മുസ്ലിമിന്റെ സിമ്പലായിട്ട് വേറൊന്നും. ഇതിപ്പോ എവിടെ എത്തിയെന്നറിയോ? ഒരു മിനിറ്റ്. ഇതിപ്പോ എവിടെ എത്തി? മുട്ടിച്ചിറ പള്ളിയിലെത്തി. മുട്ടിച്ചിറ പള്ളിയിലെത്തുമ്പോ ടീമിലുള്ള ആൾക്കാർ ജുമയോടെ നടക്കുന്നു കേട്ടോ. അപ്പൊ ജുമയുടെ സമയത്തുള്ള ഒരു ചെങ്ങാതിനെ വേറൊരാൾ കൊണ്ടോണ രംഗൊന്ന് ഇടക്ക് കണ്ടോളി. ജുമയുടെ നേരത്ത് കൊണ്ടോണ്ട് അത് നിട്ടമോനെ അതാ പോണു. പള്ളിന്നാണ് അവിടെ പോകണ്ടത്. പള്ളി കൂടിയാണ്, പള്ളിന്റെ വരാന്തയിലൂടെ. അതാ ജുമ നടക്കുന്ന. ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ നടക്കുന്നൊരു ജുമ നടക്കാൻ പോവാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ജുമാക്കത ഖതീബ് ഇങ്ങനെ ആ ഏട് നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്നത് കേൾക്കാം. ആൾക്കാർ ജുമാക്ക് വന്നതാ, പക്ഷെ അവർക്കുണ്ടോ ആ ഈണം കേൾക്കാൻ നേരം. ഇവിടെ പള്ളിയിലേക്ക് വരവേൽക്കാൻ വേണ്ടി ടീം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും അതിലേക്കാ ശ്രദ്ധ. മൂപ്പരവിടെ ഇങ്ങനെ വായിക്കുന്നു. ഏതായാലും ഉപകാരമില്ലാന്ന് എല്ലാവർക്കും അറിയാം. ഈ കൊട്ടുമുട്ടയിലും ശൈത്താനിയത്തേലും കേൾക്കട്ടെ. കാരണം അതൊക്കെ ഹലാലാണെന്ന് ശാരിയാത്തിന്റെ ഫത്വ ഉണ്ടല്ലോ, മമ്പർത്തങ്ങളെ പാരമ്പര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പരമ്പര പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ആൾക്കാർക്ക് ആ ജുമയിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് കണ്ട അത് കാര്യം എന്ന നിലയ്ക്ക് ആളുകളൊക്കെ ഹുതുബ എടുക്കുമ്പോ ഇങ്ങട്ടാ നോക്കുന്നത്. കണ്ടോളി. നോക്കുന്നുണ്ടോ ആൾക്കാര്? ഹുതുബ അവിടെ നടക്കുന്നത്. ആ വിളക്ക് കത്തുന്നത് ഏതാ? എവിടെയാ വിളക്ക് കത്തിച്ചു വെച്ചത്? കാണാം, മുട്ടിച്ചിറ പള്ളി, അതിന്റെ ഭണ്ഡാരമാണത്. അവിടെ ആ വിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ളത്. ജുമാപ്പുറത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാരും കണ്ണിങ്ങട്ടാ. മുട്ടിച്ചിറ ജുമാ മസ്ജിദ് അതാ.
മൗലവി ഇങ്ങനെ നിൽക്കണുണ്ടോ, നോക്കി നിൽക്കാണ് പൈസ എങ്ങനെ വീണത് എന്നൊക്കെ. കണ്ടില്ലേ, വായിക്കുക. മുട്ടിച്ചിറ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി. കണ്ടില്ലേ, ആ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ ഖുതുബ നടക്കുന്ന നേരത്തെ അതാ മുസ്ലിയാർ അവിടെ ഇങ്ങനെ ഖുതുബ ഓതുന്നുണ്ട്. ആ ഖുതുബ ഓതുമ്പോ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് മുട്ടിയേറ പള്ളിയിലേക്കുള്ള മുട്ടും വരവുകാരെയാണ്. ആ കാഴ്ച നിങ്ങൾക്ക് കാണാം. എന്തൊക്കെ തോന്നിവാസമാണ് മമ്പുറത്തെ ജാറത്തിന്റെ മുറ്റത്ത് നടക്കുന്നത്. ആര് കാണിച്ചാലും ഇസ്ലാമിന്റെ നിയമം അതല്ലെന്ന് സ്നേഹബുദ്ധിയാ നിങ്ങൾക്ക് അന്യമതസ്ഥരോടാണെങ്കിൽ അത് പറഞ്ഞുകൂടെ? അതല്ലേ ഞങ്ങൾ മുമ്പേ പറഞ്ഞത്? മുട്ടും വിളിയെ സംബന്ധിച്ച് മമ്പറത്തെ തങ്ങൾ അത് ജായിസാണെന്ന് പറഞ്ഞയാളാണ്. മമ്പറത്തെ തങ്ങൾ തുടങ്ങി വെച്ചതാണെന്നൊക്കെ അതിനെപ്പറ്റി പത്ര റിപ്പോർട്ടുകളില്ലേ? മിണ്ടുന്നില്ല ഒന്നിനും. ഖുർആനിലൂടെ, ഹദീസിലൂടെ, ഇജ്മാഇലൂടെ, ഖിയാസിലൂടെ തെളിവുദ്ധരിക്കാനാവുന്നില്ല എന്ന് പേരോടിന് ബോധ്യമായി. തെളിവ് പറയാൻ എന്നെ കൊണ്ട് കഴിയൂല. ശരിക്കും മനസ്സിലാക്കിക്കോ. ഈ മൗലവി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഖുർആൻ ഓതിയിട്ട്, ഹദീസ് ഓതിയിട്ട്, ഇജ്മാ ഉദ്ധരിച്ചിട്ട്, ഖിയാസ് പറഞ്ഞിട്ട് എനിക്ക് പറയാനാവില്ല എന്ന് വന്നപ്പോ പെട്ടുപോയ ഈ മുസ്ലിയാര് അവസാനം കണ്ട ഒരടവെന്താ? നല്ല രസം കിട്ടോ. മറുപടി പറയാനാകുന്നില്ല, തെളിവ് പറയാനാവില്ല എന്ന് കണ്ടപ്പോ മുസ്ലിയാരെടുത്തൊരു അടവെന്താണെന്നറിയോ? തെളിവ് ചോദിക്കാൻ തന്നെ പാടില്ല, അത് പേച്ചോര പരിപാടിയാണ്. തെളിവ് ചോദിച്ചൂടാന്ന്. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നൊക്കെ ചോദിക്കല പേച്ച ആൾക്കാരുടെ പരിപാടിയാണ്. ഒരു 3-4 സ്ഥലത്ത് മൂപ്പര് ആ കാര്യം പറയുന്നുണ്ട്. എന്റെ ശ്രോതാക്കളൊന്ന് ശരിക്ക് ശ്രദ്ധിച്ചോ. തെളിവ് പറയാനാവൂല എന്ന് കണ്ടപ്പോ ഒന്ന് അടവ് മാറ്റി നോക്കിയാണ്. രക്ഷപ്പെടാൻ അനുവദിക്കൂല, തെളിവ് തന്നേ പറ്റൂ. അതുകൊണ്ട് തെളിവ് ചോദിക്കൽ എന്നെ പേച്ചോല പരിപാടിയാന്ന് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളി. ബുഖാരിയിലുണ്ടോ, ഹദീസുണ്ടോ, ഖുർആനുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യം മുഅ്തസിലിയാക്കളെ ചോദ്യമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിട്ടടിച്ച മുഅ്തസിലികളില്ലേ, ഇമാമിങ്ങളെ കൊന്നവരല്ലേ, അവരെ ചോദ്യമാണ്. പിന്നെ ഖദരിയത്തിന്റെ ചോദ്യമാണെന്ന് ഗസാലി ഇമാം പറയുന്നു. ഖദരിയത്ത് ആരാ? റസൂൽ പറഞ്ഞാൽ ഖദരിയത്ത് മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ മജൂസികളാണ് ഖദരികൾ. അങ്ങനെ ഈ സമുദായത്തിലെ മജൂസികളാണ് ഖദരികൾ. അതുകൊണ്ട് തന്നെ അവർ മരിച്ചാൽ നിങ്ങൾ പോകണ്ട, അവരെ രോഗം കാണാൻ പോകണ്ട. കേട്ടോ, ഈ ചോദ്യം ചോദിക്കണോരിഞ്ഞി മരിച്ചാൽ രോഗം കാണാൻ പോകണ്ട, മരിച്ചാൽ അവരെ മയ്യത്ത് കാണാൻ പോകണ്ട, രോഗിയായ സന്ദർശിക്കാൻ പോകണ്ട. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? തെളിവ് ചോദിച്ചിന് തെളിവ് തരല്ലാതെ ഇനി ഇവര് മരിച്ചാൽ കാണാൻ പോകണ്ടെന്ന് പറയലാണ് വേണ്ടത്. തെളിവ് പറ. ചോദിച്ചതിന് ഹദീസ് ഉദ്ധരിക്കായത്തുദ്ധരിക്ക്, തെളിവ് പറയൂ. തെളിവ് പറയാൻ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോ എടുത്താടവാണ്, പിഴച്ചുപോയ ഖദരികളുടെ വാദമാണ്, പിഴച്ചുപോയ മജൂസികളുടെ ആ രൂപത്തിലുള്ള സ്വഭാവമുള്ള ഖദരികളുടെ സ്വഭാവമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? ഇനിയും പറയുന്നത് കേട്ടോളൂ. അത് തന്നെ തെളിവ് നോക്കിയിട്ടേ സ്വീകരിക്കാവൂ. ഇമാമിന്റെ ഖൗല് സ്വീകരിച്ചുകൂടാ, തെളിവ് നോക്കിയിട്ടേ എടുക്കാവൂ എന്ന് പറഞ്ഞത് അത് ഖദരിയാക്കളാണ്. അപ്പൊ ഖദരിയത്തും മുഅ്തസിലത്തും വാദിച്ച വാദമാണ് ഇവിടെ മൗലവി വന്ന് ഛർദിച്ചത്. കണ്ടോ, മൗലവി വന്ന് ഛർദിച്ചത് അതാണ്. എന്നാ പിന്നെ കോരി തിന്ന്. മുഅ്തസിലത്തും ഖദരിയത്തൊക്കെ ചോദിച്ച ചോദ്യം നിങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന്റെ മുമ്പ് ഇനിയും അതാ മൂപ്പര് അത് തന്നെ അവകാശപ്പെടുന്നത് കേട്ടോളൂ. ഇത് പഴച്ച ചോദ്യമാണ് കേട്ടോളൂ. മറുപടി ഇല്ല. ചോദിക്കുന്ന പരിപാടി അത് മുൻഗാമികളായ സഹാബത്തിന്റെ കാലത്തില്ല, താബീങ്ങളെ കാലത്തില്ല. കേട്ടോ, അവർക്കൊന്നും പരിപാടിയില്ല, ചോദിക്കൂല. പിന്നെ അടുത്ത വരട്ടെ. ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല, ഇമാമിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഖുർആനുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിക്കുന്നത് ആരുടെ പരിപാടിയാണ്? പിഴച്ചവരുടെ പരിപാടിയാണ്. എങ്ങനത്തെ പിഴച്ചവര്? രോഗിയായാൽ രോഗം കാണാൻ പോകാൻ പാടില്ലാത്ത വിധം പിഴച്ചവര്, മരിച്ചാൽ അവരെ കാണാൻ പോകാൻ പാടില്ലാത്ത വിധം പിഴച്ചവര്. എങ്കിലും മുസ്ലിയാരെ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളാണ് പെടുന്നത് കേട്ടോ. മുഅ്തസിലത്തിന്റെ രീതി, ഖദരിയാക്കൾ ചോദിച്ച ചോദ്യം, പിഴച്ചുപോയവര് ചോദിച്ച ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കുന്നു.
നിങ്ങളുടെ ഇരട്ടത്താപ്പല്ലേ ഈ കാണിക്കുന്നത്? ഒരിക്കൽ പറഞ്ഞത് മറ്റൊരിക്കൽ ഓർമ്മയിലില്ല. അതുകൊണ്ട് അപ്പ അങ്ങനെ പറഞ്ഞുവെങ്കിലും മൂപ്പർക്ക് ചില ആവശ്യങ്ങൾ വരുമ്പോ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഖുർആനിലുണ്ടോ മൗലവി, ഹദീസിലുണ്ടോ? മുഅ്തസിലത്തിന്റെ പഴച്ച ചോദ്യം, ഖദരിയാക്കളുടെ പഴച്ച ചോദ്യം, ആ പഴച്ച ചോദ്യം ഇതാ പേരോടിനെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്നു. ഖിളർ നബി വഫാത്തായി ഖുർആനിലുണ്ടോ? ഖിളർ നബി വഫാത്തായി ഹദീസിലുണ്ടോ? കേട്ടോ എന്താ ചോദിച്ചത്? ഖിളർ നബി വഫാത്തായി ഖുർആനിലുണ്ടോ? ഖിളർ നബി വഫാത്തായി ഹദീസിലുണ്ടോ? മുഅ്തസിലത്തിന്റെ ചോദ്യം, ഖദരിയാക്കളുടെ ചോദ്യം, പിഴച്ചുപോയ കക്ഷികളുടെ ചോദ്യം. രോഗിയായാൽ കാണാൻ പോകരാൻ മാത്രം അതുപോലും പാടില്ലെന്ന് പറയപ്പെട്ടിട്ടുള്ള അത്രക്കും പിഴച്ചുപോയവന്റെ ചോദ്യം. മരിച്ചാൽ മയ്യത്ത് പോലും കാണരുതെന്ന് അത്രക്കും വഴിപിഴച്ചു പോയിട്ടുള്ള കക്ഷികളുടെ ചോദ്യം. ആരാണ് ചോദിച്ചത്? പേരോടല്ലേ. ആർക്കാണതൊക്കെ ചേരുക എന്ന് മൂപ്പര് തന്നെ സമ്മതിക്കുന്നു. ഇനിയും കേട്ടോളൂ, ഇനിയും കേട്ടോളൂ, അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? കേട്ടോ, ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? മുഅ്തസിലത്തിന്റെ ചോദ്യം, ഖദരിയാക്കളുടെ ചോദ്യം. ഇനിയും പേരോടിനെ കൊണ്ട് തന്നെ ഈ പഴച്ച കക്ഷികളുടെ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നു ഞാൻ. പേരോടതാ മുഅ്തസിലത്തിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു, ഖദരിയത്തിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. വരട്ടെ മെമ്പർഷിപ്പിനുള്ള അടയാളം ഒന്നുകൂടി. ആയത്തുണ്ടോ ഖുതുബ മലയാളത്തിലാക്കുന്നതിന്? ഹദീസുണ്ടോ ഖുതുബ മലയാളത്തിലാക്കുന്നതിന്? ആയത്തുണ്ടോ ഖുതുബ മലയാളത്തിലാക്കുന്നതിന്? ഹദീസുണ്ടോ ഖുതുബ മലയാളത്തിലാക്കുന്നതിന്? ആരുടെ ചോദ്യമാ? പിഴച്ചവരുടെ ചോദ്യമാണ്. ഇനി പറയൂ, ആരാണ് പിഴച്ചത്? ആരെയാണ് രോഗം കാണാൻ പോകാൻ പറ്റാത്തത്? ആര് മരിച്ചാലാ കണ്ടൂടാത്തത്? പറയണേ. മറുപടി പറയാനും സാധിക്കാതെ നിങ്ങൾക്ക് വന്നില്ലേ?